ഇപ്പം നിങ്ങളൊരു വീഡിയോ കാണിക്കാം, ഇതൊന്ന് കണ്ടു നോക്ക്. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ ലാലേട്ടൻ ജാസ്മിനെ നിർത്തി പൊരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇത് ബിഗ് ബോസ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇത്രയും അധികം സൂം ചെയ്ത് ആ ഒരു ജാസ്മിൻ എറിഞ്ഞ ആ ഒരു ടിഷ്യൂ പേപ്പർ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, ആ ഒരു ഇൻസിഡൻറ്റ് അവർ വ്യക്തമായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അവരത് നോട്ട് ചെയ്തിട്ടുമുണ്ട്. അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ജാസ്മിൻ്റെ ഈ ഒരു വൃത്തിയില്ലായ്മയുടെ കേസ് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ രണ്ടാമത്തെ ആഴ്ച വന്നപ്പോൾ മുതൽ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നതാണ്, ജാസ്മിന് വാണിംഗ് കൊടുക്കുന്നതാണ്. ഇത് ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്, ഹൈജീൻ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കൂ എന്ന് ലാലേട്ടൻ അടക്കം പ്ലാൻ ചെയ്തതാണ് ജാസ്മിനെ. എന്നിട്ടും വീണ്ടും വീണ്ടും ഇമാതിരി പരിപാടികൾ തന്നെയാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു ടിഷ്യൂ ഇടുന്ന കേസ് അത്രയ്ക്ക് വലിയ കേസ് അല്ല എങ്കിലും ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനത്തെ വൃത്തിയില്ലായ്മ കാണിക്കുന്നത് എന്ന് ജാസ്മിന് തന്നെ അറിയത്തില്ല. ഇപ്പൊ ടിഷ്യൂടെ കാര്യം വിട്ടേരെ, കാലിലെ നഖം വെച്ച് കടിച്ചു മുറിക്കുന്നത്, ഇമാതിരി സാധനങ്ങൾക്കൊക്കെ ഒരു എക്സ്പ്ലനേഷനും തരാനില്ല. അത് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ പറയാനില്ല. കാരണം ലാലേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞതാണ് ചെരുപ്പ് ഇടാറില്ല എന്ന്. ബാത്റൂമിൽ പോകുമ്പോൾ പോലും ചെരുപ്പ് ഇടാറില്ല. ആ ചെരുപ്പ് ഇടാറില്ലാത്ത കാല് വെച്ചാണ് ഈ ഒരു നഖം കടിച്ചു പറിച്ചിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ജാസ്മിനെ പൊരിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.